Hi dears, today we are going to study EVS Unit 2 India is my country. Look at the picture. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? നമ്മുടെ ഫ്ലാഗ്, ഇന്ത്യൻ പതാക ഉയർത്തുകയാണ് അല്ലേ? ഏത് ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ്റെ പതാക ഉയർത്തുന്നത്? സ്വാതന്ത്ര്യ ദിനത്തിന് അല്ലേ? എന്നാണ് സ്വാതന്ത്ര്യ ദിനം? ആഗസ്റ്റ് 15. ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആർ ഗോയിങ് ഓൺ അറ്റ് Tejas School. Various programs are organized under the leadership of a social science club. ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നാൽ ഇന്ത്യ എൻ്റെ രാജ്യം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? തേജസിൻ്റെ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുകയാണ്. സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ പല പരിപാടികളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളുകളിലും സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കാറില്ലേ? എന്തെല്ലാം പരിപാടികളാണ് ഉണ്ടാകാറുള്ളത്? ക്വിസ് മത്സരങ്ങൾ, ഗാന്ധിജി, നെഹ്റു, അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷം ധരിക്കൽ, ഉപന്യാസ മത്സരങ്ങൾ, അങ്ങനെ പല പരിപാടികളും ഉണ്ടാവും അല്ലേ? മേഘ ടീച്ചർ ഡിവൈഡഡ് ദ ക്ലാസ് ഇൻ ടു ഗ്രൂപ്പ്സ് ആൻഡ് ഈച്ച് ഗ്രൂപ്പ് വാസ് അസൈൻഡ് എ ടാസ്ക്. തേജസിൻ്റെ സ്കൂളിൽ മേഘ ടീച്ചർ കുട്ടികളെയൊക്കെ ഓരോ ഗ്രൂപ്പുകളാക്കിയിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ ടാസ്കുകൾ നൽകി. തേജസ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് were asked to prepare a magazine about Independence Day. തേജസിനും അവൻ്റെ കൂട്ടുകാർക്കും ലഭിച്ചത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ പതിപ്പ് തയ്യാറാക്കാനാണ്. They decided to visit the library to collect information to included in the magazine. മാഗസിനിലേക്ക് കുറേ വിവരണങ്ങൾ വേണമല്ലോ അല്ലേ? അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഒരു ലൈബ്രറി സന്ദർശിക്കാൻ തീരുമാനിച്ചു. The librarian is their former teacher വിനയൻ സാർ. ലൈബ്രറിയൻ അവരുടെ മുൻ അധ്യാപകനായ വിനയൻ സാർ ആയിരുന്നു. They explained the purpose of their visit to the library. അവർ ലൈബ്രറിക്ക് വന്നതിൻ്റെ ഉദ്ദേശങ്ങൾ മാഷിനോട് അവർ പറഞ്ഞു. Children, can you tell me who were the foreign who ruled our country? വിനയൻ സാർ asked. വിനയൻ സാർ കുട്ടികളോട് ചോദിക്കുകയാണ്, കുട്ടികളുടെ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ ആരാണെന്ന് പറയാമോ? ഫോറിൻ എന്ന് പറഞ്ഞാൽ വിദേശികൾ, റൂൾഡ് ഭരണം. The British. ഭവ്യ സെറ്റ് എക്സ്റ്റെൻഡ്ലി. എന്ത് ചെയ്തു? ഭവ്യ പെട്ടെന്ന് ആവേശത്തോടെ ഉത്തരം പറഞ്ഞു, ബ്രിട്ടീഷുകാർ. എക്സാക്ട്ലി ഭവ്യ. ഡു യു നോ ഹൗ ദേ ബിക്കം അവർ റൂളേഴ്സ്? സാർ ആസ്ക്ഡ് എഗൈൻ. ഭവ്യനോട് പറയാണ് മിടുക്കി. അപ്പോൾ സാറ് മറ്റൊരു ചോദ്യം അവരോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അവർ നമ്മുടെ അധികാരികളായി മാറിയതെന്നറിയാമോ? ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് ഈച്ച് others as if they do not know. കുട്ടികൾക്കറിയില്ല അല്ലേ? അപ്പോൾ അവർ അറിയില്ലെന്ന മട്ടിലിങ്ങനെ പരസ്പരം നോക്കി. സാർ ഗേവ് ദം എ പിക്ചർ സ്റ്റോറി ബുക്ക് ഫ്രം ദ ലൈബ്രറി ടു റീഡ്. മാഷ അവർക്ക് ഒരു സ്റ്റോറി ബുക്ക്, ഒരു ചിത്രകഥാ ബുക്ക് അവർക്ക് വായിക്കാനായിട്ട് നൽകി. ദേ സ്റ്റാർട്ടഡ് ടു റീഡ് ദ ബുക്ക് ഈഗർലി. അവർ താല്പര്യത്തോടെ ആ ബുക്ക് വായിക്കാൻ തുടങ്ങി. ഈഗർലി, താല്പര്യത്തോടെ. ചിത്രത്തിൽ എന്താ ഉള്ളത്? കടൽ മാർഗം കപ്പലിൽ കുറേ ആൾക്കാർ വന്നിട്ട് എന്തൊക്കെയോ വാങ്ങുകയാണ് അല്ലേ? നമുക്കിതൊന്ന് വായിക്കാം. Foreigners first came to India by ships to buy spice like cardamom and black pepper and textiles like silk and cotton. വിദേശികൾ ആദ്യമായി ഇന്ത്യയിലെത്തി എന്തിനു വേണ്ടിയിട്ടാണ്? കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? അവരാദ്യം വന്നത് കപ്പൽ മാർഗ്ഗമാണ് വന്നത്, അതറിയാലോ അല്ലേ? ആദ്യമായിട്ട് ആരാണ് ഇന്ത്യയിലെത്തിയത്? അതൊന്നും കഥയിലില്ല. ആരാണ് മക്കൾക്കറിയില്ലേ? കേരളത്തിൽ കാപ്പാട് എന്ന സ്ഥലത്തിറങ്ങി വാസ്കോഡ ഗാമ അല്ലേ? അതൊക്കെ മക്കൾക്കറിയാലോ അല്ലേ? കുരുമുളക്, ഏലം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനാണ് അവർ ആദ്യമായി വിദേശികൾ ഇന്ത്യയിലെത്തിയത്. ഗ്രാജുവലി ദേ ഒബ്റ്റെയിൻഡ് സ്പെഷ്യൽ പ്രിവിലേജസ് ഫ്രം ദ കിങ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ടറീസ് ഹിയർ. പണ്ട് കാലങ്ങളിൽ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ട് ഇന്ത്യ ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. അവരിൽ നിന്നും പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് ഇവിടെ വ്യവസായശാലകൾ സ്ഥാപിച്ചു. Since the rulers of different provinces in India considered each other as enemies and at the war, the foreigners found it easy enhance their power. നേരത്തെ പറഞ്ഞ ഓരോ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ, അതായത് നാട്ടുരാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? വിദേശികൾക്ക് എളുപ്പത്തിൽ അവരുടെ ശക്തി ഇന്ത്യയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അടുത്ത ചിത്രത്തിൽ തോക്കൊക്കെ പിടിച്ചിട്ട് നിൽക്കുകയാണല്ലേ? അതെന്താണെന്ന് നോക്കാം. They conquered the native with advanced war tactics and weapons like cannon and guns. ഈ വിദേശികളോട് പ്രദേശവാസികൾക്ക്, നാട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു. ഈ നാട്ടുകാരെ വിദേശികൾ എന്ത് ചെയ്തു? പോലെ പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട നല്ല ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് അവരെ അടിച്ചമർത്തി.
Eventually, the British took over the princely state after exerting control over agriculture, trade and the king themselves. ആ ചിത്രത്തിൽ കണ്ടോ, ഇത് നാട്ടുരാജാക്കന്മാരെ കെട്ടിയിട്ടതാണ് അല്ലേ, ബന്ദികളാക്കിയതാണ്. എന്താ പറയുന്നത്, പതുക്കെ പതുക്കെ അവർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്ത് രാജാക്കന്മാരും കൃഷിയും കച്ചവടവും ഒക്കെ അവരുടെ കൺട്രോളിലാക്കി. ഓവർ ദ ടൈം ദ ബ്രിട്ടീഷ് ഡോമിനേറ്റഡ് എൻ്റർ റീജിയൻ ഓഫ് ഇന്ത്യ. ഇന്ത്യ വാസ് അണ്ടർ ദെയർ കൺട്രോൾ ഫോർ ഓൾമോസ്റ്റ് നെക്സ്റ്റ് 200 years. കാലക്രമേണ എന്ത് ചെയ്തു, ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായി, ആധിപത്യത്തിലായി. അതിനുശേഷം 200 വർഷത്തോളം ഇന്ത്യ അവരുടെ കൺട്രോളിലായി, അവരുടെ അധീനതയിലായി. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് പേജിൽ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. യു ഹാവ് റീഡ് ദ പിക്ചർ സ്റ്റോറി ബുക്ക്. നോ ആൻസർ മൈ ക്വസ്റ്റ്യൻ സർ കണ്ടിന്യൂഡ്. ചിത്രകഥ വായിച്ചില്ലേ, ഇനി എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. മാഷ് പറഞ്ഞു. യു ക്യാൻ ഓൾസോ ഫൈൻഡ് ആൻസേഴ്സ് ടു സേർസ് ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങളോട് മാഷിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? വൈ ഡിഡ് ഫോറിനേഴ്സ് കം ടു ഇന്ത്യ? എന്തിനു വേണ്ടിയായിരുന്നു വിദേശികൾ ഇന്ത്യയിലെത്തിയത്? ടു ബൈ സ്പൈസ് ലൈക്ക് കാർഡമൺ ആൻഡ് ബ്ലാക്ക് പെപ്പർ ആൻഡ് ടെക്സ്റ്റൈൽസ് ലൈക്ക് സിൽക്സ് ആൻഡ് കോട്ടൺ. ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും സിൽക്ക്, പട്ട്, കോട്ടന് തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ടാണ് വിദേശികൾ ഇന്ത്യയിലെത്തിയത്. സുഗന്ധവ്യഞ്ജനങ്ങൾ ഒരുപാടുണ്ട് അല്ലേ. കേരളത്തിന് സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? കുരുമുളക്. പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് വാനില. ഇതൊക്കെ കൂടുതലായിട്ട് നമുക്ക് LSS ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. LSS ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. LSS ക്ലാസ്സിന് പുറമെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട് കേട്ടോ. LSS ക്ലാസ്സുകൾ മലയാളത്തിലാണ് കേട്ടോ നൽകുന്നത്. പത്ര കട്ടിങ്സുകളൊക്കെ നൽകാറുണ്ട്, കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ ഒക്കെ മക്കൾ എഴുതിയെടുക്കുക, അതൊക്കെ ഗ്രൂപ്പിൽ നൽകാറുണ്ട്. LSSന് വേണ്ട കുട്ടികൾ അതിലൊന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ഓണം വെക്കേഷന് ശേഷമാണ് LSS ക്ലാസ് നൽകുക. ഫസ്റ്റ് ടൈം എക്സാമിന് ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളെയാണ് LSS ക്ലാസ്സിന് സെലക്ട് ചെയ്യുക. അപ്പോൾ മക്കൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ദ ഫോറിനേഴ്സ് കുഡ് ഈസിലി എസ്റ്റാബ്ലിഷ് പവർ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർക്ക്, വിദേശികൾക്ക് ഇന്ത്യയിൽ എളുപ്പത്തിൽ അധികാരം സ്ഥാപിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഓരോ പ്രദേശങ്ങളിലെ രാജാക്കന്മാരും പരസ്പരം ശത്രുക്കളായി പോരടിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്ക് ഇവിടെ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. Rulers of different provinces in India considered each others as enemies. Why were Indians unable to hold their own in the struggle with the British? ബ്രിട്ടീഷുകാരുമായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നല്ല നല്ല ആയുധങ്ങളുണ്ടായിരുന്നു അല്ലേ. പീരങ്കി, തോക്ക് തുടങ്ങിയ നല്ല നല്ല ആയുധങ്ങളുണ്ടായിരുന്നു. Conquered the natives with advanced war tactics and weapons ലൈക്ക് കാനോൺ ആൻഡ് ഗൺസ്. എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 4ാം ക്ലാസ്സിലെ ഫുൾ സബ്ജക്റ്റ് നൽകുന്നുണ്ട് കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. EVSൻ്റെ മലയാളം നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.